2021 വോട്ടർ പട്ടികയിനേക്കാൾ 15,000 വോട്ട് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഈ വോട്ടർ പട്ടികയിൽ പാർലമെന്റ് ഇലക്ഷന് മുമ്പും ഈ അസംബ്ലി ഇലക്ഷന് മുമ്പുമായിട്ട് 15,000 വോട്ടുകൾ പുതിയതായി ചേർത്തിട്ടുണ്ട്. 15,000 വോട്ട് ചേർക്കുമ്പോൾ CPM ഷെയർ ഇല്ലേ പുതിയ വോട്ടിൽ? ഞങ്ങൾക്ക് വലിയ പാർട്ടി ഞങ്ങൾക്ക് ഒരു 7,000 വോട്ട് കിട്ടി. 5,000 വോട്ട് CPM BJP കിട്ടിയെന്ന് കരുതുക, 12,000 വോട്ടായി. ബാക്കി 3,000 വോട്ട് CPM കിട്ടണ്ടേ? അതുപോലും കിട്ടിയിട്ടില്ല. അതിൻ്റെ അർത്ഥം CPM വോട്ട് യഥാർത്ഥത്തിൽ 2021 താഴേക്ക് പോയെന്നാണ് അതിൻ്റെ അർത്ഥം. താഴേക്ക് പോയി, വോട്ട് താഴേക്ക് പോയി. 1874 വോട്ടിന് ജയിച്ച രാഹുൽ മാങ്കൂട്ടം കിട്ടിയത് SDP-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ജനങ്ങളെ അവഹേളിക്കുകയാണ്, ജനങ്ങളെ അപമാനിക്കുകയാണ്. മനസ്സിലായില്ലേ? 2 കൂട്ടരുടെ വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടി. ഞങ്ങൾക്ക് 2021 2024 വോട്ട് കൂടുതൽ കിട്ടി. മനസ്സിലായില്ലേ? അത്രയുള്ള സംഭവം. പിന്നെ ജമാഅത്ത് ഇസ്ലാമിയോട് വലിയ വിരോധം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരാം. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഉണ്ട്. 1996 ഏപ്രിൽ 22 എഴുതിയ എഡിറ്റോറിയൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയെ സ്വാഗതം ചെയ്തുകൊണ്ട് 10-30 വർഷമായിട്ട് ജമാഅത്ത് ഇസ്ലാമി CPM കൂടെയായിരുന്നു. ഈ പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ജമാഅത്ത് ഇസ്ലാമി വർഗീയവാദികളാണെന്ന് CPM പറയാണ്, BJP-യുടെ കൂടെ നിന്നുകൊണ്ട്. ഇതൊക്കെ പൊളിഞ്ഞു പോയതാണ് പാലക്കാട്. ഈ പ്രചരണങ്ങളെല്ലാം തകർന്നു പോയതാണ് പാലക്കാട്. എന്നിട്ട് വീണ്ടും അതേ നെറേറ്റീവായിട്ട് മുന്നോട്ട് പോയ 2026 ഈ മഹാദുരന്തമാണ് CPM കാത്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അല്ല, ചേലക്കരയിൽ കഴിഞ്ഞ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏകദേശം 40,000-ഓളം വോട്ടിനാണ് CPM ജയിച്ചത്. അത് 12,000 ചില്ലാൻ വോട്ടായിട്ട് ഞങ്ങൾ കുറച്ചു. ഏകദേശം 28,000 അടക്കം വോട്ട് കുറച്ചു. അത്രയും കുറവ് വോട്ടാണ് CPM കിട്ടിയിരിക്കുന്നത്. അവിടെ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. അല്ല, ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ടാണല്ലോ 40,000 വോട്ടിൽ നിന്ന് 12,000 വോട്ടായിട്ട് കുറഞ്ഞത്. 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അതായത് 2001 ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം ഉണ്ടായത്. 1977 ശേഷം ആ 2001 ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടി. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴും പ്രതിപക്ഷത്തിന് കിട്ടിയ LDF-ന് കിട്ടിയ 40 സീറ്റിൽ ഒന്നായിരുന്നു ചേലക്കര. കഴിഞ്ഞ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ 2021 വോട്ട് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ചേലക്കര ചെയ്തത് 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുക്കുക ചെയ്തത്. അത് 12,000 കുറഞ്ഞു. ഉറപ്പായിട്ട് ഞങ്ങൾ ഈ വിജയവും പരിശോധിക്കും. ഞാൻ പണ്ടുപോലെ പറയുന്നൊരു കാര്യമാണ്, പാർലമെൻറ്റ് ഇലക്ഷനിൽ ഉണ്ടായ വിജയം ഞങ്ങൾ പരിശോധിച്ചു. എന്തുകൊണ്ടാണെന്ന്. കാരണം 2019 പറ്റിയ അബദ്ധം ഞങ്ങൾക്ക് പറ്റില്ല. 2019 വിജയം ഞങ്ങൾ പരിശോധിച്ചില്ല. ഞാൻ അന്നും ഇന്നും ആവശ്യപ്പെട്ടാണ്, പരാജയവും വിജയവും പരിശോധിക്കണം. ചേലക്കരയിലെ ആ പരാജയവും ഇവിടെ ഉണ്ടായ ഉജ്ജ്വലമായ വിജയവും വയനാട്ടിലുണ്ടായ ഈ പോളിംഗ് കുറഞ്ഞിട്ട് പോലും ഉണ്ടായ ഈ വൻ മുന്നേറ്റവും അതെല്ലാം ഞങ്ങൾ പഠിക്കും. ഞങ്ങൾ ബൂത്ത് വൈസ് പഠിക്കും, കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും. ഞങ്ങളുടെ സിസ്റ്റം അതാണ് ഇപ്പോൾ.